ഒരിക്കൽ ആത്മാവിൻ്റെ വാൾ ഉപേക്ഷിച്ച് ജഡത്തിൻ്റെ വാളേന്തിയ ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിന് കാരണം എന്താണ്? പത്രോസ് സ്വയത്തിൽ ആശ്രയിച്ചു, വചനത്തിൻ്റെ മുന്നറിയിപ്പിനെ തള്ളി. ജഡത്തിൽ ആശ്രയിച്ചു, തീരുമാനങ്ങൾ കൈക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ആത്മാവിൻ്റെ വാൾ ഉപേക്ഷിച്ച് ജഡത്തിൻ്റെ വാൾ ഏന്തരുത്. ജഡത്തിൻ്റെ വാളാണ് ഉറക്കം. ആത്മാവിൻ്റെ വാളേന്തി ജാഗരൂകരായി നിൽക്കേണ്ടവർ മയങ്ങിപ്പോയാൽ അവർ ജഡത്തിൻ്റെ വാളേന്തുവാൻ ഇടയായിത്തീരും. ദൈവത്തിൽ നിന്നും അഭിഷേകം ലഭിച്ച് ആത്മാവിൻ്റെ വാൾ കരങ്ങളിലേന്തി ധൈര്യപൂർവ്വം ശക്തനായി നടന്നു നീങ്ങിയ ശിംശോൻ കേവലം ദലീല എന്ന സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. ഫലമോ ഒന്നുമില്ലാത്തവനെ പോലെ ശക്തി നഷ്ടപ്പെട്ട ഫിലിസ്ത്യരുടെ ദാസനായി ജീവൻ വെടിയേണ്ടി വന്നു. ആത്മാവിൻ്റെ വാളാണ് വചനം. ഈ വചനം കരങ്ങളിലേന്തി ശക്തിയോടെ നീങ്ങേണ്ടുന്ന നാം ജഡിക മോഹങ്ങളുടെ വാളേന്തി ശത്രുവിൻ്റെ കോട്ടയിലാകരുത്. ഉറങ്ങിപ്പോയാൽ അതിന് സാധ്യതയുണ്ട്. യേശു തൻ്റെ പീഡാനുഭവത്തിന് മുൻപ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. മത്തായി 26:41. സാത്താൻ നമ്മെ വീഴ്ത്താതിരിപ്പാൻ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ശിഷ്യന്മാർക്ക് അതിന് കഴിഞ്ഞില്ല. ഫലമോ സാത്താൻ അടുത്തു വന്നാൽ നമ്മുടെ നോട്ടത്തിലും ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും പാപം കയറും. ഏത് വിധത്തിലും സാത്താൻ നമ്മെ വീഴ്ത്തും. പത്രോസ് ആ സമയം ആത്മാവിൻ്റെ വാൾ വെടിഞ്ഞ് ജഡത്തിൻ്റെ വാളേന്തുവാനായി അവൻ്റെ ജീവനെ വലുതായി കണ്ടു. ഭയം അവനെ പിടികൂടി. അപ്പോൾ എന്തു സംഭവിച്ചോ? പത്രോസ് ദൂരവേ മഹാപുരോഹിതൻ്റെ അരമനയോളം പിൻചെന്നു, അകത്ത് കിടന്നു, അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടെ ഇരുന്നു. മത്തായി 26:58. ജഡത്തിനടിമപ്പെട്ടപ്പോൾ അവൻ യേശുവിൽ നിന്നും ദൂരത്തിൽ നടന്നു. സാത്താൻ നമ്മെ കർത്താവിൽ നിന്നും അകറ്റും. മാത്രമല്ല, വളരെ മോശമായ ഒരു കാര്യം കൂടി പത്രോസ് ചെയ്തു. അവൻ ശത്രുപക്ഷം ചേർന്ന് യേശുവിനെ കൊല്ലുവാനും പിച്ചിക്കീറുവാനും ആഗ്രഹിക്കുന്ന സേവകന്മാരുടെ കൂട്ടത്തിൽ ചെന്നിരുന്നു. യേശുവിൻ്റെ ഹൃദയത്തിനെ എത്രമാത്രം അത് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നാം ഇതുപോലെ യേശുവിൽ നിന്നും അകന്നു പോയിട്ടുണ്ടോ? യേശുവിനെയും അവൻ്റെ ശുശ്രൂഷയെയും തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്ന് കർത്താവിനെയും അവൻ്റെ വേലകളെയും തള്ളിപ്പറയാറുണ്ടോ? പത്രോസ് ശത്രുപക്ഷത്തിരുന്നു. മാത്രമല്ല, നിസ്സാരരായ മനുഷ്യരുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിൽ നിന്നും ധാരാളം നന്മകൾ കൈക്കൊണ്ടവൻ, ധാരാളം അത്ഭുതങ്ങൾ കണ്ടവൻ, കടലിന്മേൽ നടന്നവൻ, യേശു സാക്ഷാൽ മെസ്സിഹ എന്ന് പറഞ്ഞവൻ ആത്മാവിൻ്റെ വാൾ വെടിഞ്ഞ് ജഡീക വാളുമേന്തി നിൽക്കുന്നു. ശത്രുപക്ഷം ചേരുന്നു, തള്ളിപ്പറയുന്നു. പത്രോസിൻ്റെ തള്ളിപ്പറയൽ കർത്താവിനെ പ്രാകുന്നതുവരെ എത്തി. പത്രോസ് പറഞ്ഞു, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴികൂവി. മത്തായി 26:74. എത്രമാത്രം പത്രോസ് അധപ്പതിച്ചു! ഒരിക്കൽ കൃപയിൽ നിന്നും വീണുപോയാൽ അവർ കർത്താവിനെ തള്ളിപ്പറയുക മാത്രമല്ല, കർത്താവിനെ പ്രാകുവാനും തുടങ്ങും. പത്രോസിനെ ജഡീക ഭയം വീഴ്ത്തിക്കളഞ്ഞു. എന്നിട്ടും കർത്താവ് പീഡാനുഭവ വഴിയിൽ കർത്താവിൻ്റെ കരുണാർദ്രമായ നയനങ്ങളാൽ പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടം പത്രോസിൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു. 1000 സംഭവങ്ങൾ അവനിൽ കൂടി മിന്നിമറഞ്ഞു. അവനിൽ ആത്മതപനമുണ്ടായി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ വേളയിലും യേശു പത്രോസിനെ മറന്നില്ല. യേശു മറിയോട് പറഞ്ഞു, നീ ഓടിച്ചെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറവീൻ എന്ന്. പത്രോസ് പിന്നീട് ആത്മാവിന് വേണ്ടി കാത്തിരുന്നു, ശക്തി പ്രാപിച്ചു. നമ്മുടെ പാപത്തിന് വേണ്ടി വേറെ ആരും മരിച്ചിട്ടില്ല, നിന്ന സഹിച്ചിട്ടില്ല, അപമാനമേറ്റിട്ടില്ല. ഈ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജഡീക മോഹങ്ങൾ വീണു പോകാതെ ആത്മാവിൻ്റെ വാളുമേന്തി നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com